ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു സ്വിഫ്റ്റ്. പൈസ നമ്മൾ നിങ്ങൾക്ക് പുതിയൊരു വണ്ടി ഞങ്ങൾക്ക് എടുത്തിട്ടുണ്ട്. പൈസ ഈ വണ്ടി നല്ല സൂപ്പർ വണ്ടിയാണ്. നമ്മളിപ്പോൾ ഇത് എടുത്തിട്ട് നല്ല വെറുതെ നമ്മളിങ്ങനെ ഇരുന്നപ്പോഴാണ് എനിക്കൊരു ഐഡിയ തോന്നിയത്. ഈ വണ്ടി ഫുള്ളങ്ങ് ബോഡിക്ക് തേച്ച് പണിഞ്ഞാലോ എന്ന്. നമ്മളതുകൊണ്ട് നേരെ നമ്മളെ കാർ സർവീസിലേക്ക് പോവുകയാണ്. അതിന് നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. നമ്മൾ ഏതാണ്ട് ഏകദേശം നമ്മൾ എത്താറായിട്ടുണ്ട്. സ്ഥലം ഞങ്ങൾക്ക് ഇച്ചിരി കൂടെ പോകുന്നത്തേക്കുമാണ് സ്ഥലം. ഞങ്ങൾക്ക് വണ്ടിയുടെ ഇൻറ്റീരിയർ ഞാൻ കാണിച്ചു തന്നില്ലല്ലേ. ഇതാണ് വണ്ടിയുടെ ഇൻറ്റീരിയർ. കടയും ഞങ്ങൾക്ക് ഇവിടെ തന്നെ. ഇവിടെ നിന്ന് സിൻഡിക്കേറ്റർ ഇട്ടിട്ട് പയ്യ കട കഴിഞ്ഞു ഇൻഡിക്കേറ്റർ ഇട്ടില്ല. കാർ സർവീസസ് ഇവിടെ എവിടെയാണ്ട് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ തന്നെ കാർ മെക്കാനിക്കെന്നായിരുന്നു, സർവീസൊന്നുമില്ല. ഇപ്പോൾ നമുക്ക് വണ്ടി ഞങ്ങൾക്ക് ഇങ്ങോട്ടിട്ടിട്ട് കാര്യമെല്ലാം പറഞ്ഞിട്ട് വരാം. ഇതിൻ്റെ കൂട്ടത്തിട്ട് ഈ വണ്ടിയുടെ കൂട്ടത്തിൽ ഇപ്പോൾ വണ്ടി മോഡിഫൈ ചെയ്തിട്ട് ഒരു 5-6 ദിവസം കഴിഞ്ഞ് കാണാം. അപ്പോൾ ഞങ്ങൾക്ക് ഷോപ്പിൽ ഞങ്ങൾക്ക് എടുത്തിട്ട് ഇവിടെ നമ്മൾ വണ്ടി കാണുന്നില്ല. ആളെ ഒന്ന് വിളിച്ച് നോക്കാം. ഇതിപ്പോൾ ആൾ പറയുന്ന ഇവിടെ ബാക്കിൽ അവിടെ ഫെൻസ് കെട്ടിയിട്ടുണ്ട്, അതിൻ്റെ അകത്തുണ്ടെന്നാണ്. അതാണ്ട് ഈ ഫെൻസ് ആയിരിക്കും, ഈ ഫെൻസ് ആയിരിക്കും ഇതിൻ്റെ അകത്തോടൊപ്പം. നോക്കിയിട്ട് വരാം. ഓടിപ്പോട്ട് വണ്ടി വിട്ട് ഇത് എൻ്റെ വണ്ടി തന്നെ. ഒന്നോ ജാതി വണ്ടി ഇത് സീൻ കേട്ടാ, വണ്ടി സീൻ. പോളി സാധനം. വണ്ടിയുടെ സൗണ്ടൊന്ന് കേൾപ്പിച്ച് തരാം കേസ് എനിക്ക്. ഞാനേ സമയം ഞങ്ങൾക്ക് ഫണ്ട് ഞങ്ങൾക്ക് അയച്ചു കൊടുത്തിട്ട് നമ്മളിവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഫണ്ട് ഞങ്ങൾക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊരു ഇറങ്ങിപ്പോവാം. കിണ്ണ വർക്ക് തന്നെ ചെയ്ത് തന്നെ അത് പറയാതിരിക്കാൻ വയ്യ. കിണ്ണ രീതി വണ്ടിയായി തന്നെ. എങ്ങനെ കൊണ്ട് കൊടുത്ത വണ്ടിയെ അത് അലോയൊക്കെ കണ്ട അലോയൊക്കെ ഇപ്പോൾ ഇടിച്ച് തന്നെ എടുത്തുകൊണ്ട് വന്ന അന്ന് തന്നെ. ഈ വണ്ടി ജാതി ലുക്ക്. പോപ്പപ്പ് ഹെഡ്ലൈറ്റും കൂടെ ആയപ്പോൾ കിണ്ണം. പൊളിയാണ് വണ്ടി. രാത്രി ഉള്ളൊരു ഇത് കാണിച്ചു തരാം വണ്ടിയുടെ. ഇപ്പോൾ ഞങ്ങൾക്ക് വണ്ടി ഞങ്ങൾക്ക് എടുത്തുകൊണ്ട് ഇറങ്ങിയിട്ടുണ്ട്. രാത്രി ഞങ്ങൾക്ക് പോപ്പപ്പ് ഹെഡ്ലൈറ്റൊക്കെ ആയപ്പോൾ കിണ്ണ വണ്ടി. ഈ വഴി റോങ് സൈഡ്. ഇതൊന്നും അല്ല പ്രശ്നം. നമുക്ക് സൂക്ഷിച്ച് കൊണ്ടുപോകാം. MVD പ്രശ്നമാക്കും. ഇത്രയും ലോറൊക്കെ ചെയ്ത് ബോഡി കെറ്റൊക്കെ അടിച്ച് വെച്ചേക്ക്. തട്ടില്ല. നമ്മൾ ഇതുവരെയാണ് കയറിപ്പോകാറുള്ളത്. വണ്ടി എവിടെയെങ്കിലും പാർക്ക് ചെയ്താണ്. അവിടെ പാർക്ക് ചെയ്തിടും വണ്ടി. എവിടെയെങ്കിലും പാർക്ക് ചെയ്തിട്ടാൽ പോലെ നമ്മളെ വീട്ടിൽ കൊണ്ട് പാർക്ക് ചെയ്തിട്ടാണ്.
ഇവിടെ എവിടെയും പാർക്ക് ചെയ്തിട്ട് ശരിയാകത്തില്ല. ചെറിയ വണ്ടി ആയതുകൊണ്ട് ഇതിലേക്കൂടെ ആണെങ്കിലും എടുത്തുകൊണ്ട് പോവാം. ആ ഗുണം. ഇപ്പോൾ ഞങ്ങൾക്ക് സ്ട്രീറ്റിലോട്ടല്ലേ നമ്മൾ പോകുന്നത്. വണ്ടി എവിടെ സാധനം ഉണ്ടായിരുന്നു, കട്ടറി വീണമെന്ന് തോന്നുന്നു. അപ്പോൾ അടുത്തുള്ള ഡോണറ്റിലോട്ട് പോവാം. ഇനി കഴിച്ചിട്ട് വരും. ഇതൊരു കയറ്റാൻ പറ്റിയതല്ലാണ്ട് അടി അതോട്ട്. പാളിടിച്ചിട്ടേനെ. ഇപ്പം ഇത് പണി ഇതൊരു കയറ്റിയേ വെച്ചത്തോളം. വണ്ടിയുടെ അടിയൊക്കെ തട്ടി എന്ന് തോന്നല്ല, തട്ടി, നല്ല തട്ടി. ഈ ഒരു ഇവിടെ ചെറിയൊരു ഗ്യാപ്പുണ്ട്. കുട്ടിക്കാസിൻ്റെ ഇടയിൽ കൂടെ എടുത്തുകൊണ്ട് ഇൻഡിക്കേറ്റർ ടേസ് അപ്പുറത്തോട്ടിറങ്ങാം. അപ്പുറത്താണ് ഗൈസ് നമ്മളെ ഡോണ്ട് ടേസ്. അപ്പോൾ നമുക്ക് ഡോണ്ടിലോട്ട് നമുക്ക് വളച്ച് കയറ്റാം. സൂക്ഷിച്ച് ഇൻഡിക്കേറ്ററൊക്കെ ഇട്ടിട്ട് ഞങ്ങൾക്ക് എത്തിയേ. വണ്ടി ഞങ്ങൾക്ക് ഇവിടെയുണ്ട്, അപ്പുറത്ത് എന്നിട്ട് നിന്നെ പോയി കഴിക്കാം. ഇങ്ങോട്ടും കഴിച്ചിട്ട് ഇനിയുണ്ടായി. നമുക്ക് ഇതിൻ്റെ ബാക്ക് സൈഡിൽ പാർക്കിംഗ് ഉണ്ടാകും. ഇങ്ങോട്ട് ഇട്ടേക്കാം. ഇവിടെ പാർക്കിംഗ് ഉണ്ട്, ചില വണ്ടിയൊക്കെ ഇവിടെ പാർക്ക് ചെയ്തിട്ടേക്കാണ്. ഇങ്ങോട്ടേക്കും പാർക്ക് ചെയ്തിട്ടേ. പോലീസുകാരെല്ലാം വന്നാലേ സീനാണ്. പാർക്കിംഗ് നേരെ റോട്ടിൽ നിന്ന് കാണാം, ഇതാകത്തെ കാണാൻ പറ്റത്തില്ല. നമുക്ക് കറക്റ്റിന് ഇട്ടിട്ട് കറക്റ്റിന് വണ്ടി അങ്ങോട്ട് ഇട്ടിട്ട് ഇപ്പം ഹെഡ്ലൈറ്റ് ഓഫ് ചെയ്തിട്ട് വണ്ടി ഓഫ് ചെയ്തിട്ട് ഇറങ്ങാം. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ.